ഈ അടുത്ത കാലത്തായി അമേരിക്കയുടെ സകല ഭീഷണികളെയും മറികടന്നുകൊണ്ട് ഇന്ത്യ റഷ്യയോട് കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഈയിടെയായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യയോടുള്ള നിലപാട് മാറ്റമാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യയെ ചൊറിയാൻ നോക്കുന്ന ട്രംപ് പാകിസ്ഥാനുമായി ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാതിരുന്ന തരത്തിൽ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാന്റെ ആർമി ചീഫിന് പുറമെ എയർഫോഴ്സ് ചീഫും അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിലെത്തുകയും സൈനിക തലത്തിലെ സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ട്രംപ് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% നികുതി ഏർപ്പെടുത്തുമെന്ന് ഭീഷണിയും മുഴക്കുന്നുണ്ട്. ഇതിനു പുറമെ നേരത്തെയുള്ള ഭീഷണിയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധങ്ങളും നികുതി വർധനവും ഏർപ്പെടുത്തുമെന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന നാറ്റോ സഖ്യത്തിൻ്റെ ഭീഷണി വേറെയും. ഇതിനോടൊക്കെയുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പുതിയതായി ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് ഏകദേശം 12 കോടി രൂപയുടെ HMX എന്ന സ്ഫോടക വസ്തു കയറ്റി അയച്ചിരിക്കുന്നു. ഇതിൻ്റെ മൂല്യം അല്പം കുറവാണെങ്കിലും ഈ വസ്തു സൈനിക ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നത് ഈ നീക്കത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. തെലങ്കാനയിലെ ഐഡിയൽ ഡെറ്റനേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് HMX എന്ന സ്ഫോടക വസ്തു റഷ്യയിലേക്ക് അയച്ചത്. ഇന്ത്യൻ കസ്റ്റംസ് ഡാറ്റ പ്രകാരം 12 കോടിയുടെ ഈ ഷിപ്മെന്റ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇറക്കിയത്. ഈ HMXന്റെ 2 ഷിപ്മെന്റുകളിൽ ഒന്ന് 4 കോടി രൂപയുടേത് ഹൈ ടെക്നോളജി ഇനിസിയേഷൻ സിസ്റ്റംസ് എന്ന റഷ്യൻ കമ്പനി വാങ്ങി. മറ്റൊന്ന് 8 കോടി രൂപയുടേത് പ്രോംസിൻഡസ് എന്ന റഷ്യൻ സ്ഫോടക നിർമ്മാതാക്കളാണ് വാങ്ങിയത്. ഈ 2 കമ്പനികളും റഷ്യയിലെ സമാര ഒബ്ലാസ്റ്റിൽ പ്രവർത്തിക്കുന്നവയാണ്. HMX എന്നത് മിസൈൽ, ടോർപിഡോ, റോക്കറ്റ് മോട്ടോറുകൾ, മറ്റ് ഉയർന്ന സൈനിക പ്രതിരോധ ഉപകരണങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. HMX റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന് നിർണായകമാണ് എന്ന് US സർക്കാർ നേരത്തെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിലേക്ക് HMX വിൽക്കുന്നവർക്ക് അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അധികാരമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ യുദ്ധസമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൈനിക സാമ്പത്തിക ബന്ധങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നതുൾപ്പെടെയുള്ള ഇന്ത്യയുടെ വ്യാപാരവും ശക്തമായി തുടരുന്നുണ്ട്. ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസി പറയുന്നത് പ്രോംസിൻഡസ് എന്ന കമ്പനിക്ക് റഷ്യൻ സൈന്യവുമായി ബന്ധമുണ്ടെന്നും ഏപ്രിലിൽ യുക്രൈൻ അവരുടെ ഒരു ഫാക്ടറിക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നുമാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നീക്കത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അന്താരാഷ്ട്ര നിരോധന ബാധ്യതകൾ കണക്കിലെടുത്താണ് ഇന്ത്യ ഡ്യുവൽ യൂസ് ഇനങ്ങളുടെ കയറ്റുമതി നടത്തുന്നത്. HMXന് സൈനിക ഉപയോഗങ്ങൾക്ക് പുറമെ പരിമിതമായ സിവിലിയൻ ഉപയോഗങ്ങളും ഉണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ ഇതിനുശേഷം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയോട് പറഞ്ഞത് റഷ്യയുടെ സൈനിക വ്യവസായവുമായി ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഉപരോധം നേരിടേണ്ടി വരുമെന്നും ഇന്ത്യയെ ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയായി കാണുന്ന US ഇന്ത്യയിൽ നിന്ന് ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുമാണ്. അമേരിക്കയുടെ ഇന്ത്യയോടുള്ള താല്പര്യത്തിന് കാരണം ചൈനയെ നേരിടുക എന്നത് മാത്രമാണ്. അത് ഇന്ത്യ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ റഷ്യയോടുള്ള ബന്ധം അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ്. എന്തായാലും ഈ സംഭവം ഇന്ത്യ റഷ്യ US ബന്ധങ്ങളുടെ സങ്കീർണത വെളിപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 2 കമ്പനികളിൽ ഒന്നായ ഹൈ ടെക്നോളജി ഇനിസിയേഷൻ സിസ്റ്റംസ് ഒരു സ്പാനിഷ് കമ്പനിയായ മാക്സത്തിന്റെ റഷ്യൻ ഉപകമ്പനിയാണ്. ഇത് അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായ റോൺ ക്യാപിറ്റൽസ് എന്ന സ്വകാര്യ ഇക്വിറ്റി ഫണ്ടിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ കെട്ടുപിണഞ്ഞ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇനി ഈ ഷിപ്മെന്റുകൾക്കെതിരെ അമേരിക്ക നടപടിയെടുക്കുമോ എന്ന് വ്യക്തമല്ല. കാരണം ട്രംപ് ഭരണകൂടം റഷ്യയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ കുറച്ചു വരികയാണ്. ഈ ഒരൊറ്റ വിഷയത്തിലൂടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.